ഹലോ. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു ഇന്ന്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുക. പക്ഷേ ഇന്ന് ഒരുങ്ങിയത് എന്തോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എൻഗേജ്മെൻറ്റിന് ഞാനും ദയും കൂടെ പോയത്. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും ദയും കൂടെ പോയി. അപ്പോൾ നമ്മൾ ഓട്ടോയൊക്കെ വിളിച്ച് ഓട്ടോയിലാണ് പോയത്. എനിക്ക് ശരിക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ചേച്ചി എങ്ങനെയായിരിക്കും റെഡി ആയത്, എങ്ങനെയാണ് മേക്കപ്പ്, ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പൊതുവേ ബ്രൈഡ്സിനെയൊക്കെ കാണാനും ഈ മേക്കപ്പൊക്കെ ഇട്ടിട്ട് എല്ലാവരും ഒരുങ്ങി നിൽക്കുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചേച്ചി എങ്ങനെയായിരിക്കും റെഡി ആയിരിക്കുന്നത്, എനിക്ക് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിന് പിന്നെ ഫോട്ടോസൊന്നും കണ്ടിട്ടില്ല. ഡ്രസ്സിൻ്റെ ഫോട്ടോസ്, ഓർണമെൻറ്റ്സിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിലും ചേച്ചി അങ്ങനെ ഒരുങ്ങി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളെത്തി. ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് അമ്പലത്തിലാണ്. അഷ്ടമംഗലം അമ്പലത്തിൽ വെച്ചിട്ടാണ് എൻഗേജ്മെൻറ്റ്. കല്യാണം ഗുരുവായൂർ വെച്ചായിരിക്കും. അപ്പം കല്യാണത്തിന് ഡേറ്റ് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ എൻഗേജ്മെൻറ്റിന് അമ്പലത്തിൽ വെച്ചിട്ട്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ വന്നപ്പം അധികം ആൾക്കാരെയൊന്നും കണ്ടില്ല, കാരണം ടൈം ആവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന് അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് നേരത്തെ ചേച്ചി അടുത്തോട്ട് പോയി. ചേച്ചി നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ലക്ഷ്മി അതിനേക്കാട്ടിലും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും കാണാൻ നല്ല ക്യൂട്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വന്നു. എൻഗേജ്മെൻറ്റിന് ഇത്ര ആൾ കാണുമെന്ന് ഞാൻ കരുതിയില്ല, കാരണം ചേട്ടനില്ല, ചേട്ടന് വരാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ്റെ അനിയത്തിയായിരുന്നു മോതിരം ഇടുന്നത്. അപ്പോൾ മോതിരത്തിന് പകരം ചെയിനാണ് ഇട്ടത്. അപ്പോൾ വിചാരിച്ചു അധികം ആൾക്കാർ കാണില്ല, ചെറിയ രീതിക്ക് നടത്തുമെന്ന് വെച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ തുടങ്ങി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് എന്തോ ഒരു സോങ് ഉണ്ട്. അപ്പം എന്ത് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പും ഇത് പാടണം. അപ്പോൾ ആ സോങ് ലക്ഷ്മിയുടെ കസിനും കൂടെ പാടി. ലക്ഷ്മിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, മൈക്കിലാണോ പാടണ്ടേ, മൈക്ക് കാണലേ എന്നൊക്കെ അവൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ മൈക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ട് പാടി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് എൻഗേജ്മെൻറ്റിന് ടൈമായി. അങ്ങനെ ചേച്ചിക്ക് ചെയിനായിട്ട് കൊടുത്തത്. അപ്പം കല്യാണത്തിൻ്റെ അന്നായിരിക്കും മോതിരം ഇടുന്നത്. അങ്ങനെ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു, ചെയിനൊക്കെ ഇട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഫോട്ടോ സെക്ഷൻ ആയപ്പോഴത്തേക്ക് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കഴിക്കാനൊക്കെ പോയി. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷൻസ് ആയിരുന്നു. റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഒക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത്. കണ്ടോ അവിടെ കുട്ടി ഒളിച്ച് നിൽക്കുന്നത്. ചേച്ചിക്ക് പോലും കൊടുക്കാതെ അവൾ അവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ശരിക്കും അവൾ അറിയാതെ എടുത്ത വീഡിയോയാണ്. അവൾ വിചാരിക്കുന്നത് ഞങ്ങൾ സെൽഫി എടുക്കുക, ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് അവൾ വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും ഞങ്ങൾ അവളുടെ വീഡിയോസ് എടുക്കുമായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു നല്ല എൻഗേജ്മെൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോഴല്ലേ നമ്മുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒരുമിച്ച് കാണാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു കല്യാണം വരണം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു പാലുകാച്ചൽ, ഹൗസ് വാമിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴായിരിക്കും നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരെയും ഫ്രണ്ട്സിനെയും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റുന്നത്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം പോയപ്പം ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ നേരം ഞങ്ങൾ വെളിയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. എല്ലാവരും കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ടൈമായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാഴ്ച കണ്ടു. കണ്ടില്ലേ, എല്ലാവരും ഒരേ കളർ ഡ്രസ്സ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരിങ്ങനെ 4 പേരുടെ നടന്നു പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനി കുറച്ച് നേരം ചേച്ചിയുടെ ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. അമ്പലത്തിന് ചുറ്റും കുറേ മരങ്ങളും പിന്നെ കാവൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ചേച്ചിയുടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ചേച്ചിയുടെ ഫോട്ടോസ് അവിടെ ക്യാമറമാൻ ചേട്ടന്മാർ എടുക്കുമ്പം ലക്ഷ്മിയുടെ ഫുൾ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് ഞാനായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് അവർ രണ്ടുപേരുടെ നിൽക്കുമ്പം ഒരു പ്രത്യേകം നല്ല രസമുണ്ടായിരുന്നു. നടന്നു വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ നടന്നു വാ, ഞാൻ ഒരു വീഡിയോ എടുക്കാം. അങ്ങനെ ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തു. നല്ല ഭംഗിയില്ല അവർ രണ്ടുപേരുടെ വരുന്ന കാണാൻ വേണ്ടിയിട്ട്. ആ സെയിം പാവാടയും ആ ഉടുപ്പും ആ പൂവൊക്കെ വെച്ചപ്പോൾ രണ്ടുപേരെ കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തു. നെക്സ്റ്റ് നമ്മുടെ മെയിൻ സംഭവം കഴിക്കാൻ പോകണം. അങ്ങനെ അപ്പോഴത്തേക്കും ഒരുവിധം എല്ലാവരും കഴിച്ച് കഴിഞ്ഞു. നമ്മൾ കുറച്ച് പേര് മാത്രം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കഴിച്ചില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളും പോയി ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. മാത്രമല്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. പിന്നെ ഫോട്ടോ എടുത്തൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല വിശപ്പുമായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ഫുഡായിരുന്നു. അങ്ങനെ തിരിച്ച് നമ്മൾ ലക്ഷ്മിയുടെ ചേച്ചി പുനലൂരിലോട്ടാക്കി. അപ്പോൾ അവിടെ നിന്ന് ഇനി ബസ്സിലോ ജീപ്പിലോ പോകണം. അങ്ങനെ അവിടെ ചെന്ന് ബസ്സിൻ്റെ ടൈം നോക്കിയപ്പോൾ ബസ്സെല്ലാം പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബസ് 4 മണിക്കേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ നിൽക്കേണ്ടി വരും നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ജീപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജീപ്പ് നോക്കി പോയപ്പം ജീപ്പ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് തന്നെ ഒരു ജീപ്പ് എടുത്തു. അപ്പോൾ ഈ നെക്സ്റ്റ് ആൾ നിറഞ്ഞാൽ മാത്രമേ ജീപ്പ് എടുക്കൂ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആദ്യം വിചാരിച്ചു ജീപ്പ് കാണില്ല എന്നാണ്, കാരണം ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ജീപ്പ് കാണാറില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. കാരണം ഫസ്റ്റ് തന്നെ പോയി ഞങ്ങൾ രണ്ടുപേരും. ഇനി ജീപ്പ് നിറയണമെങ്കിൽ അത്യാവശ്യം ആൾക്കാർ വേണം, കാരണം ഒരു സെറ്റിപ്പ് ജീപ്പ് പോയതേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആൾ വരണമെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും എന്നറിയാം. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പേരൊക്കെ വന്നു. അങ്ങനെ ലാസ്റ്റ് ജീപ്പ് എടുത്തു. അല്ല, ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞിരുന്നാലും പ്രൈവറ്റ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ പിറക്കിൽ ഇറങ്ങേണ്ടി വരും. അവിടുന്ന് വീണ്ടും കുറച്ച് നടക്കേണ്ടി വരും. ഇതാകുമ്പം വീടിനടുത്തായതുകൊണ്ട് കുറച്ച് നടന്നാൽ തന്നെ വീട്ടിലെത്തും. അങ്ങനെ ജീപ്പൊക്കെ ഇറങ്ങി. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ വേണ്ടിയുള്ളൊരു 5 മിനിറ്റ് ഇല്ല, 2 മിനിറ്റൊക്കെ കാണും. 2 മിനിറ്റ് നടന്നാൽ വീട്ടിലെത്തും. അങ്ങനെ കുറച്ചേ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം കുറച്ച് വെയിലുണ്ടായിരുന്നു. അങ്ങനെ വെയിലത്തിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ഭാഗത്തേ ഉള്ളൂ വെയിൽ, അതുകൊണ്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ അങ്ങനെ വെയിലൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ചേറെ ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. എൻഗേജ്മെൻറ്റ് 27-നായിരുന്നു നവംബറിൽ. ഇന്ന് December 2 ആയി. വീഡിയോസൊക്കെ എടുത്ത് വന്നതും പിന്നെ പലരുടെ ഫോണിലും, എൻ്റെ ഫോണിലും ദയുടെ ഫോണിലൊക്കെ ആയിട്ട് എടുത്തതൊക്കെ ഫുള്ള് എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. ഇനി മുതൽ ഈ ഡിലേ വരാതെ കറക്റ്റ് ടൈമിൽ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.